വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിക്കാറുണ്ടെന്ന ആക്ഷേപം പൊതുവിലുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള നേതാക്കളുടെ പരിശ്രമത്തെ നർമ്മത്തിലൂടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിച്ചത്. റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയത് നരേന്ദ്രമോദിയാണ്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് എനിക്ക് വേണം. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ഇത്തരത്തിൽ സ്വയം വിമർശനം എന്ന രീതിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പരോക്ഷമായി വിമർശിച്ചത് കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെയും ജോസ് കെ മാണി MPയെയുമാണ്. ഇരുവരും വേദിയിലിരിക്കെ തന്നെയായിരുന്നു വിമർശനം. ക്രെഡിറ്റ് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ജോർജ് കുര്യന്റെ മുഴുവൻ പ്രസംഗവും. കോട്ടയം ജില്ലയില് അമൃത സ്റ്റേഷനുകൾ വരുന്നുണ്ട്. അത് വരികയാണ്. അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കും. അപ്പോഴും ഞാൻ വരും കേട്ടോ. ഇതിന്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരിക തന്നെ ചെയ്യും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എനിക്കതിന് വേണ്ടിയുള്ള അവകാശമുണ്ട്. അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ MLA മുതൽ MP വരെയുള്ളവരുടെ സേവനങ്ങളെ ഇതിനു വേണ്ടിയുള്ള സഹായിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങളാണ് ഇതിന്റെ കാരണക്കാര്. 2011 മമതാ ബാനർജി കോട്ടയത്ത് വിഭാവനം ചെയ്ത കോച്ചിംഗ് ടെർമിനൽ ഇതുവരെ സാധ്യമാകാത്ത നടപടിയെ വിമർശിച്ച ഫ്രാൻസിസ് ജോർജ് MPക്ക് മറുപടിയോടെയായിരുന്നു കേന്ദ്രമന്ത്രി പ്രസംഗം തുടങ്ങിയത്. റെയിൽവേ കോട്ടയത്ത് അനുവദിച്ച പല പദ്ധതികളും സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തത് മൂലം മുടങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഉദ്ഘാടന ചടങ്ങിൽ തനിക്ക് ക്ഷണം ലഭിക്കാത്തതിനെതിരെ പരോക്ഷമായി പരിഭവം അറിയിച്ച മുൻ MP തോമസ് ചാഴിക്കാടന്റെ പ്രതികരണവുമുണ്ടായി. ന്യൂസ് മലയാളം, കോട്ടയം.